Dear students, we are starting in new chapter, structural organization in animals. Animalsന്റെ സ്ട്രക്ചേഴ്സ്, ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ബോഡിയിലുള്ളത്, ഏതൊക്കെ ടിഷ്യൂസ് ആണുള്ളത്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ആ ടിഷ്യൂസ് എന്തൊക്കെയാണ് പഠിക്കുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ. വാട്ട് ഈസ് എ ടിഷ്യൂ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എ ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഹാവിങ് എ സ്പെസിഫിക് ഫങ്ഷൻ ആൻഡ് ഒറിജിൻ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുക. സോ ദർ ആർ 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഇൻ അനിമൽ ബോഡി. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. 4 തരം ടിഷ്യൂസ് ഉണ്ട്. ഫസ്റ്റ് വി ക്യാൻ സി എപ്പിത്തീലിയൽ ടിഷ്യൂ. എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂ? ഇറ്റ് ഹാസ് എ ഫ്രീ സർഫസ് ദാറ്റ് ഫേസസ് ബോഡി ഫ്ലൂയിഡ് ഓർ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് ഒരു ഫ്രീ ആയിട്ടുള്ള സർഫസ് ഉണ്ട്. ആ ഫ്രീ സർഫസ് ഒന്നുകിൽ നമ്മുടെ ഉള്ളിലേക്ക് ഫേസ് ചെയ്യണമെങ്കിൽ അത് ബോഡി ഫ്ലൂയിഡിനെ ഫേസ് ചെയ്യണു. പുറത്തേക്ക് നിൽക്കുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ ആണെങ്കിൽ അത് പുറത്തുള്ള എൻവയോൺമെൻറ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. കവേഴ്സ് ഓർ ലൈൻസ് ബോഡി ഓർ ബോഡി പാർട്സ്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഫംഗ്ഷൻ എന്താ? ബോഡീനെയും ബോഡി പാർട്സിനെയും, ഉള്ളിൽ കാണുന്നത് ബോഡി പാർട്സ്, ഇൻറ്റേർണൽ ഓർഗൻസിനെ കവർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കവർ ചെയ്യുന്ന ടിഷ്യൂസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ഡ് വിത്ത് ലിറ്റിൽ ഇന്റർ സെല്ലുലാർ മാട്രിക്സ്. അപ്പോൾ ഈ ടിഷ്യൂവിലുള്ള സെൽസ് വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു. കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ ഇടയിൽ വളരെ കുറവ്, നോർമലി ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ എൻ്റെ അർത്ഥം, ഇല്ല. ഇന്റർ സെല്ലുലാർ സെൽസിൻ്റെ ഇടയിലുള്ള ഒരു മാട്രിക്സിനുള്ള സ്പേസ് പോലും ഇല്ല, അത്രയും ടൈറ്റ്ലി പാക്ഡ് ആണ് സെൽസ്. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂവിന് നമ്മൾ 2 തരത്തിലുണ്ട്. സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, അത് സിംഗിൾ ലെയേർഡ് ആയിരിക്കും. ഫസ്റ്റ് ഡയഗ്രാം അതാണ്. ദെൻ കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ, അത് മൾട്ടി ലെയേർഡ് ആയിരിക്കും, കുറേ ഒന്നിൽ കൂടുതൽ ലെയേഴ്സ് ഉണ്ടായിരിക്കും. സിമ്പിളും കോമ്പൗണ്ടും എപ്പിത്തീലിയൽ ടിഷ്യൂസ്. സിമ്പിൾ എപ്പിത്തീലിയം, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. അപ്പോൾ ഒറ്റ ലെയർ സെൽസേ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ ഉണ്ടാവുള്ളൂ. എവിടെയൊക്കെ കാണുക അത്? ഇറ്റ് ലൈൻസ് ബോഡി കാവിറ്റീസ്, നമ്മുടെ ബോഡിയുടെ കാവിറ്റീസ്, ഇൻസൈഡ് കുറേ കാവിറ്റീസ് ഉണ്ട് അല്ലേ, ബോഡി കാവിറ്റീസിന് ലൈനിങ് ആയിട്ട് കാണാം. ഡക്സ്, നമുക്ക് റീപ്രൊഡക്റ്റീവ് ഡക്സ് ഉണ്ട്, കുറേ ഡക്സ് ഉണ്ട് അല്ലേ, എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ എക്സോക്രൈൻ ഗ്ലാൻസിൻ്റെ ഡക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡക്സ് ഉണ്ട്. ദെൻ ബോഡിയിൽ നിറയെ ട്യൂബുകളുണ്ട്. എലിമെൻ്ററി കനാലിന് ട്യൂബ് ഉണ്ട്, റെസ്പിറേറ്ററി ട്രാക്റ്റിനുണ്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിനുണ്ട്, ഇതിനൊക്കെ ട്യൂബ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഈ ട്യൂബുകളുടെയും കാവിറ്റീസിൻ്റെയും ഡക്സിൻ്റെയൊക്കെ ലൈനിങ് ആയിട്ടാണ് സാധാരണ എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണുക. ദെൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് സെൽസ്, സിമ്പിൾ എപ്പിത്തീലിയം ഈസ് 3 ടൈപ്സ്. അപ്പോൾ ഈ സിമ്പിൾ എപ്പിത്തീലിയം തന്നെ ചെറിയ മോഡിഫിക്കേഷൻസ് വന്നത് അനുസരിച്ച് 3 തരത്തിൽ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണാം നമുക്ക്. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയം. സോ ഫസ്റ്റ് വി ക്യാൻ സി സ്ക്വാമസ് എപ്പിത്തീലിയം. ഫ്ലാറ്റൻഡ് സെൽസ് ആണ് അല്ലേ, പരന്ന സെല്ലുകളാണ്. ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. ബൗണ്ടറീസ് കണ്ടോ, ഒരു റെഗുലർ അല്ല, ഒരു ഇറഗുലർ ആയിട്ടുള്ള ബൗണ്ടറീസ് ആണ്. സെൽസ് ഒക്കെ ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ദെൻ എവിടെയാണ് സിമ്പിൾ എപ്പിത്തീലിയം അല്ലെങ്കിൽ സ്ക്വാമസ് എപ്പിത്തീലിയം കാണുക? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിൻ്റെ വാളിൽ. ലങ് ആൽവിയോളൈ, ലങ്സിൽ എയർ സാക്സ് ഉണ്ട്, അതിന് ആൽവിയോളൈ എന്ന് പറയുക. ആൽവിയോളയിൽ ഒക്കെ കാണുന്നത് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ദെൻ ഫങ്ഷൻസ്, അപ്പോൾ ഏത് സ്ഥലത്താണോ കാണുക അതനുസരിച്ച് അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാവുക. ഫംഗ്ഷൻ എന്താണ്? ഫോം എ ഡിഫ്യൂഷൻ ബൗണ്ടറി. അപ്പോൾ ബ്ലഡിൽ കൂടിയായാലും ബ്ലഡ് വെസൽസിൻ്റെ സൈഡിൽ കൂടെ ഡിഫ്യൂസ് ചെയ്യും അല്ലേ, ബ്ലഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒക്കെ ഡിഫ്യൂസ് ചെയ്യും. അതുപോലെ റെസ്പിറേറ്ററി ഗ്യാസസ് ലങ്സിൻ്റെ ആൽവിയോളേക്കൂടെ ഡിഫ്യൂസ് ചെയ്യും. സോ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഡിഫ്യൂഷനുള്ള ഒരു ബൗണ്ടറി ആയിട്ടാണ് നോർമലി സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ടിഷ്യൂസ്, സ്ക്വാമസ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എവിടെ കാണുന്നത്? ബ്ലഡ് വെസലിൻ്റെ വാളിലും ആൽവിയോളൈ, ലങ്സിൻ്റെ ആൽവിയോളയുടെ വാൾസിലും കാണാനുള്ള കാരണം. നെക്സ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഇസ് ക്യൂബോയിഡൽ ഓർ ക്യൂബിക്കൽ. അതിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് അതിനെ ക്യൂബോയിഡൽ അല്ലെങ്കിൽ ക്യൂബിക്കൽ എന്ന് പറയാൻ കാരണം. ക്യൂബ് ഷേപ്ഡ് ആണ്, ക്യൂബിൻ്റെ ഷേപ്പിലാണ്. ഇനി എവിടെയാണ് കാണുക ക്യൂബോയിഡൽ എപ്പിത്തീലിയം? ഫൗണ്ട് ഇൻ ഡക്ട്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ. ഗ്ലാൻഡുകൾ, കുറേ ഗ്ലാൻഡ്സ് പഠിക്കാനുണ്ട് നമുക്ക്. എൻഡോക്രൈൻ ഗ്ലാൻഡ്, എക്സോക്രൈൻ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡുകളുടെയൊക്കെ ഡക്റ്റുകളിലാണ് സാധാരണ ക്യൂബോയിഡൽ സെൽസ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് കാണുക. കൂടാതെ നെഫ്രോൺ,
കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആണ് നെഫ്രോൺ. നെഫ്രോണിന്റെ സ്ട്രക്ചറാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഈ നെഫ്രോണിന്റെ ട്യൂബായിട്ടുള്ള പാർട്ടുകളിലും കാണാം ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസിനെ. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? എന്താ ഫംഗ്ഷൻ? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പോൾ അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് ഫംഗ്ഷന് ചേഞ്ച് ആവും. ഇവിടെ ഈ സെൽസിന്റെ ഫംഗ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എപ്പിത്തീലിയം ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോൾ നെഫ്രോണിന്റെ ഒരു പാർട്ടാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ് അല്ലെങ്കിൽ PCT. ഇറ്റ് ഹാസ് മൈക്രോവില്ലൈ, ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെ മൈക്രോവില്ലൈ എന്ന് പറയുന്നു. അപ്പോൾ PCTയിലുള്ള എപ്പിത്തീലിയത്തിൽ മൈക്രോവില്ലൈ പ്രസന്റ് ആണ്. നെക്സ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഈസ് കൊളുംനാർ എപ്പിത്തീലിയം. കോളം ലൈക്ക് കോളം വരയ്ക്കില്ലേ, റോസും കോളവും, അതിൽ കോളം പോലെ നീണ്ട സെൽസ് ആണ് കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ ഉണ്ടാവുക. കമ്പോസ്ഡ് ഓഫ് ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ടോൾ ആയിട്ടുള്ള സ്ലെൻഡർ ആയിട്ടുള്ള സെൽസ് ആണ്. ദർ ന്യൂക്ലിയൈ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ്. ന്യൂക്ലിയസ് സാധാരണ താഴെ ബേസ് റീജിയനിലാണ് കാണുക. ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ലൈ. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള റീജിയനിൽ മൈക്രോവില്ലൈ, ചെറിയ ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. ഫൗണ്ട് ഇൻ ദ ലൈനിങ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ. അപ്പോൾ ഇൻഡസ്റ്റൈൻ്റെയും സ്റ്റൊമക്കിൻ്റെയും ലൈനിങ്ങിലാണ് കൊളുമിനാർ എപ്പിത്തീലിയൽ സെൽസ് കാണുക. ഫംഗ്ഷൻ സെക്രീഷനും അബ്സോർപ്ഷനും തന്നെ. ദെൻ ഈ കൊളുമിനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ, അതായത് സീലിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നു. അപ്പോൾ സീലിയേറ്റഡ് എപ്പിത്തീലിയം കൊളുമിനാർ സെൽ എപ്പിത്തീലിയം ആവാം, ക്യൂബോയിഡിലും ആവാം. അഗർ കണ്ടീഷൻ എന്താ? അതിന്റെ ഫ്രീ സർഫസിൽ സീലിയ ഉണ്ടെങ്കിൽ അത് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുള്ളൂ. സെൽസ് ബെയർ സീലിയ ഓൺ ദെയർ ഫ്രീ സർഫസ്. ഇനി എവിടെയാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണുന്നത്? പ്രസന്റ് ഇൻ ദ ഇന്നർ സർഫസ് ഓഫ് ഹോളോ ഓർഗൻസ് ലൈക്ക് ബ്രോങ്കിയോൾസ് ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ്സ്. ഫെലോപ്പിയൻ ട്യൂബ്സ് എന്ന റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിന്റെ ഫെലോപ്പിയൻ ട്യൂബ്സ് ആണ് കേട്ടോ. ഓവറിയിൽ വരുന്നതാണ്, ഓവറിയുടെ അവിടേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബാണ് ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിൽ കൂടെയാണ് എഗ് ഓവുലേഷൻ കഴിഞ്ഞാൽ എഗ് മൂവ് ചെയ്യുന്നത്. സോ ദെൻ ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസ് നിങ്ങൾക്ക് അറിയാം, ലങ്സിലുള്ള ബ്രോങ്കിയോൾസ്. ബ്രോങ്കൈ കഴിഞ്ഞാൽ അതിന് സ്മോൾ സ്മോൾ ബ്രാഞ്ചസ് ആർ ഡിവൈഡ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് കോൾഡ് ബ്രോങ്കിയോൾസ്. അതിന്റെ ഉൾഭാഗത്തും എന്ത് കാണാം? സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് കാണാം. എന്തായിരിക്കും ഇപ്പോൾ അതിന്റെ ഫംഗ്ഷൻ? ടു മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഓവർ ദ എപ്പിത്തീലിയം. അപ്പോൾ ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്കിൾസിനെ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു വഴുവഴുപ്പുള്ളതിനെ മ്യൂക്കസ് എന്ന് പറയാം സാധാരണ. ആ മ്യൂക്കസും ഒരു സ്പെസിഫിക് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം. അത് കൊളുമിനാർ സെല്ലും ആവാം അല്ലെങ്കിൽ ക്യൂബോയിഡിലും ആവാം, പക്ഷെ സീലിയ ഉണ്ടെങ്കിൽ മാത്രം അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുള്ളൂ. ഇതിൽ ലൊക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ദെൻ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, അതും കൊളുമിനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെല്ലിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഫോർ സെക്രീഷന് വേണ്ടി മാത്രം, സെക്രീഷൻ മാത്രമാണ് അതിന്റെ ഫംഗ്ഷൻ. അത് രണ്ട് തരം ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഉണ്ട്, യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും. യൂണിസെല്ലുലാർ എന്ന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് സെപ്പറേറ്റ് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെല്ലാണ്. എക്സാമ്പിൾ ഗോബ്ലെറ്റ് സെൽസ് ഓഫ് എലിമെന്ററി കനാൽ. ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ ഗോബ്ലെറ്റ് സെൽസ് കാണും, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളത് എങ്ങനെയാണ്? അപ്പോൾ കുറേ സെൽസ് ഉണ്ടാവില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ്. അപ്പോൾ രണ്ടിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. യൂണിസെല്ലുലാർ ഗ്ലാൻഡുലർ എപ്പിത്തീലിയത്തിന്റെ എക്സാമ്പിൾ ഗോബ്ലെറ്റ് സെൽസ് ഇൻ എലിമെന്ററി കനാൽ. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലർ എപ്പിത്തീലിയത്തിന്റെ എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നതാണ്. Based on the mode of pouring of their secretions, glands are two types. അപ്പോൾ ഗ്ലാൻസിന്റെ സെക്രീഷൻ അനുസരിച്ച് രണ്ട് തരം ഗ്ലാൻസ് ഉണ്ട്, പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡും. എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് ഒരു ഡക്റ്റ് വഴി അല്ലെങ്കിൽ ട്യൂബ് വഴി മാത്രമേ പോവുള്ളൂ. അപ്പോൾ എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ എക്സാമ്പിൾസ് മ്യൂക്കസ്. എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് മ്യൂക്കസ്, സലൈവ ഉമിനീര്, ഇയർ വാക്സ്, ഓയിൽ, നമ്മുടെ ബോഡിയിലൊക്കെ സെബേഷ്യസ് ഗ്ലാൻസ് ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, മിൽക്ക്, മാമറി ഗ്ലാൻസ് മിൽക്ക് സെക്രീറ്റ് ചെയ്യും, ഡൈജസ്റ്റീവ് എൻസൈംസ്. അപ്പോൾ ഇതൊക്കെ ട്യൂബ് വഴി മാത്രമേ സെക്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ട്യൂബ് ഉപയോഗിച്ച് ഡക്സ് ഉപയോഗിച്ച് സെക്രീഷൻ കൊടുക്കുന്ന ഗ്ലാൻസിനെ എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നു. ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസിനെ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നു. അവർക്ക് ഡക്സ് ഇല്ല, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹോർമോൺസ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഹോർമോൺസും വിവിധ തരം എൻഡോക്രൈൻ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താ? എക്സോക്രൈൻ ഗ്ലാൻഡ് ഹാസ് ഡക്ട് അല്ലെങ്കിൽ ട്യൂബ്സ്. അതിന്റെ സെക്രീഷൻസ് മ്യൂക്കസ്, സലൈവ, ഇയർ വാക്സ്, ഓയിൽ, മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈംസ്, ഇതൊക്കെ എക്സോക്രൈൻ ഗ്ലാൻസിന്റെ സെക്രീഷൻസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിന് ഡക്റ്റ് ഇല്ല, സോ ദർ കോൾഡ് ആസ് ഡക്ട്ലെസ് ഗ്ലാൻസ്.
അതിൻ്റെ സെക്രീഷൻ ഹോർമോൺസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻ.